ശ്രീ എൻ ഷംസുദ്ദീൻ. സർ, നമ്മുടെ ക്രമസമാധാന അന്തരീക്ഷം ഇത്രയേറെ തകർന്ന് വഷളായ ഒരു അവസ്ഥ സർ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ശ്വാസം മുട്ടിക്കുന്ന ക്രൂര വാർത്തകളുടെ കുത്തൊഴുക്കിൽ മലയാളിയുടെ കണ്ണും കാതും തകർന്നിരിക്കുകയാണ്. സർ, കൊലക്കത്തികളിൽ നിന്ന് മനുഷ്യജീവന് സംരക്ഷണം നൽകാൻ കഴിയാത്ത വിധം ഇവിടുത്തെ പോലീസ് സംവിധാനം നോക്കുകുത്തിയാകുമ്പോ ആര് തുണയാകുമെന്ന് ഓരോ മലയാളിയും ആശങ്കയോടെ നെടുവീർപ്പെടുന്ന ദുരവസ്ഥയിലാണ് സർ ഇന്ന് കേരളം. സർ, നെന്മാറ സംഭവം ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. സർ, രണ്ട് ജീവനുകൾ കൊലക്കത്തിക്കിരയായത് പോലീസിന്റെ വീഴ്ച കൊണ്ട് മാത്രമാണ് സർ. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇപ്പോൾ കൊല്ലപ്പെട്ട സുധാകരന്റെ അമ്മ ലക്ഷ്മി, ഇവരെ രണ്ടുപേരെയും ചെന്താമര എന്ന് പറയുന്ന പ്രതി കൊലപ്പെടുത്താൻ ഇടയായ സാഹചര്യം, അദ്ദേഹം ജാമ്യത്തിൽ വന്നിട്ട് ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ആ നാട്ടിൽ താമസിച്ചതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ ഒരു ചെറിയ പിശകുണ്ട്, ഫാക്ച്വലാണ്, അദ്ദേഹം വെരിഫൈ ചെയ്താൽ മതി. എന്താ, ഈ ജാമ്യവ്യവസ്ഥക്ക് കോടതി ഇളവ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇല്ല, നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കാൻ അപ്പോഴും അദ്ദേഹത്തിന് അനുവാദമില്ല. ആദ്യം പാലക്കാട് ജില്ലയിലും പിന്നെ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലും പ്രവേശിക്കരുതെന്ന് പറഞ്ഞു. കണ്ടീഷൻ കോടതി മാറ്റിയപ്പോഴും നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കരുത്. പക്ഷേ 1.5 മാസക്കാലം നെന്മാറ പഞ്ചായത്തിൽ ഈ കൊല്ലപ്പെട്ടവരുടെ വീടിന് അടുത്തിരുന്നാണ് ചെന്താമര ഇതൊക്കെ ചെയ്തത്. അപ്പോ അങ്ങയുടെ പോലീസ് എവിടെയായിരുന്നു സർ? അതുപോലെ തന്നെ സർ, ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ സുധാകരൻ മോട്ടോർ സൈക്കിളിൽ പോകുമ്പോൾ വീട്ടിൽ പതിഞ്ഞിരുന്ന ഈ ചെന്താമര ചാടി വീണ് ഇദ്ദേഹത്തെ വെട്ടുകയാണ്. സുധാകരനെ വെട്ടുന്നത് കണ്ട് അമ്മ ഓടി വരികയാണ്. മാതൃഹൃദയം തേങ്ങും, സ്വാഭാവികമാണ്. ആ ഓടി വരുമ്പോൾ അവിടെ വെച്ച് ആ അമ്മയെയും ക്രൂരമായി വെട്ടുകയാണ്. ഇദ്ദേഹം ഇതിനുള്ള ആയുധമൊക്കെ മൂർച്ച കൂട്ടിയിട്ട് നാട്ടുകാരെ മുഴുവൻ കാണിച്ചിട്ടുണ്ട്. ഇതാ എൻ്റെ കയ്യിൽ ആയുധമുണ്ട്. അദ്ദേഹത്തിന് മുമ്പ് എവിടുന്നോ കിട്ടിയൊരു അദ്ദേഹത്തിന്റെ ജീവിത തകർച്ചക്കൊക്കെ കാരണം പണിക്കർ പറഞ്ഞാണത്രേ, നീളം മുടിയുള്ള ആളുകളാണെന്ന്. അപ്പൊ നീണ്ട മുടിയുള്ളവരൊക്കെ വെട്ടുകയാണ്. അങ്ങനെയാണ് ഈ സുധാകരന്റെ ഭാര്യ സജിതയെ ആദ്യം ഇയാൾ കൊലപ്പെടുത്തിയത്. ആ കൊലക്കേസ് പ്രതി വന്നിട്ട് വീണ്ടും ആ പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് പോലീസ് എവിടെയായിരുന്നു? സർ, ഇവരെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതല്ല, ആ കുട്ടി പറയുന്ന ഒരു ദൈന്യമായ ചിത്രമുണ്ട്. ഇവർക്ക് 2 പെൺകുട്ടികളുണ്ട്, അഖിലയും അതുല്യയും. അഖില പറയുന്ന ഒരു വല്ലാത്ത ഒരാർത്തനാദം പോലെ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയാണ്, എൻ്റെ അമ്മയെ കൊന്നു, എൻ്റെ അച്ഛനെ കൊന്നു, എൻ്റെ അച്ഛമ്മയെ കൊന്നു, ഇനി അയാൾ എന്നെയും കൊല്ലും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി നിസ്സംഗതയോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ നോക്കുകയാണ്. സാർ, അങ്ങയുടെ പോലീസിന്റെ വീഴ്ചയാണ് ആ കുട്ടിക്ക് ഈ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടുത്തിയത്. സാർ, ഇവിടെ 2 ചോദ്യമാണുള്ളത്. ഒന്ന്, ജാമ്യവ്യവസ്ഥ ലംഘിച്ച് 1.5 മാസം എങ്ങനെ ഈ കൊലക്കേസ് പ്രതി അവിടെ താമസിച്ചു? പോലീസിന് എന്തായിരുന്നു പണി? 2, ഈ കുട്ടി പരാതി നൽകിയിട്ടുണ്ട്. അഖിലയും വേറൊരു പുഷ്പയും, നീണ്ട മുടിയുള്ളവരൊക്കെ വിട്ടുവെന്ന് പറഞ്ഞാണ്. അപ്പൊ നീണ്ട മുടിയുള്ള ഒരു പുഷ്പ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. ആ പുഷ്പയും പരാതി കൊടുത്തു. ആ പരാതി കൊടുത്തിട്ട് പോലീസ് എന്താ ചെയ്ത്? ഇയാളെ വിളിപ്പിച്ച് താക്കീത് ചെയ്ത് വിട്ടു. ഇയാൾ ഭീഷണി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ പോലീസിന്റെ വീഴ്ച 1, പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ച് 1.5 മാസം അവിടെ താമസിച്ചു. 2, ഞങ്ങളെ കൊല്ലുമെന്ന് ഭീഷണി ഉണ്ടെന്ന് ഈ കുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആരാ പരാതി പറയണത്? ആരെക്കുറിച്ചാ പരാതി പറയണത്? കൊല്ലപ്പെട്ടവന്റെ മകളാണ്, കൊല്ലപ്പെട്ട അമ്മയുടെ മകളാണ് പരാതി പറയുന്നത്. 1, ആരെക്കുറിച്ചാ പരാതി പറയുന്നത്? ഒരു വെറുതെ സാധാരണക്കാരനെ കുറിച്ചല്ല പരാതി പറയുന്നത്. ഒരു കൊലപാതകം നടത്തിയവൻ തന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണ്. അയാളെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഉത്തരവാദിത്തമില്ലേ? ആ ഉത്തരവാദിത്വം അങ്ങയുടെ പോലീസ് അവിടെ നിർവഹിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ 2 ജീവനുകൾ. സർ, നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പോലീസിന്റെ വീഴ്ച സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് അതിന് നോട്ടീസ് നൽകുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത്. എന്നാൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി കൈക്കൊള്ളുന്നു. അദ്ദേഹം മറുപടി നൽകുമ്പോൾ പറയുന്നത്, ചിലപ്പോഴുണ്ടാകുന്ന വീഴ്ചകൾ അത് പൊതുവത്കരിക്കുകയാണ്, പോലീസിനെതിരെ അത്തരത്തിലേക്കൊരു പ്രവണതയാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളിലൊക്കെ എങ്ങനെയാണ് പോലീസിന് എതിരെ നടപടി കൈക്കൊണ്ടത് എന്നത് മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിച്ചു.